السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آل كلهم والصحابة أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അവന്റെ അടുക്കൽ പ്രതിഫലാർഹമായ ഒരു വലിയ അമലാക്കി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. കൂടി വരുന്ന ഈ കൊറോണ എന്ന മഹാമാരിയിൽ നിന്നും അല്ലാഹു ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ആളുകളെയും ലോകത്തുള്ള എല്ലാ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ആയുധമാണ്. അത് പറയാതെ തന്നെ എല്ലാ ആളുകൾക്കും അറിയാവുന്നതുമാണ്. പ്രാർത്ഥിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ആനന്ദവും അനുഭൂതിയും ആ മനുഷ്യന് ലഭിക്കുന്നു എന്നുള്ളത് വാസ്തവപരമായ കാര്യം തന്നെയാണ്. ആ മനുഷ്യന് മറ്റുള്ളതിനേക്കാളും എന്തെങ്കിലും ടെൻഷൻ അനുഭവപ്പെടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മനസ്സറിഞ്ഞു വന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ മനസ്സിന്റെ എല്ലാ പ്രശ്നങ്ങളിലും ഒന്ന് പരിഹരിക്കപ്പെടാറുണ്ട്. അല്ലെങ്കിൽ മനസ്സിനൊരു ആശ്വാസം ലഭിക്കലുണ്ട്, അല്ലെങ്കിൽ ഒരു കുളിർമ ലഭിക്കലുണ്ട്. ഇത് ഒരു വാസ്തവപരമായ ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്നത്. എല്ലാ ആളുകൾക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു പ്രാർത്ഥന ഒരു വിശ്വാസിയെ അവന്റെ മനസ്സിന്റെ ആത്മധൈര്യത്തിലേക്കും ആത്മവിശ്വാസത്തിലേക്കും സംതൃപ്തിയിലേക്കും ഒക്കെ നയിക്കുന്ന ഒരു വലിയ ഘടകം തന്നെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ എത്ര വേണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ, നിങ്ങൾ എത്ര വേണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ, എന്റെ ഖജനാവ് വിശാലമാണ്, എന്റെ ഖജനാവ് ഒരിക്കലും കുറയുന്നതല്ല. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചെന്നും പറഞ്ഞ് എന്റെ ഖജനാവിന് യാതൊരു കോട്ടവും സംഭവിക്കലില്ല. എന്റെ ഖജനാവ് വിശാലമാണ്, എന്റെ ഖജനാവ് വിശാലമാണ് എന്ന് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കണം. ചോദിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. കണ്ണീരോടെ ആ പറയുന്ന പ്രാർത്ഥനയൊന്ന് മനസ്സറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് ചോദിക്കണം. നമ്മളിങ്ങനെ കൈ ഉയർത്തുന്ന റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദുആരക്കുന്നു. പക്ഷേ ആ ദുആ സ്വീകരിക്കപ്പെടാൻ പറ്റുന്ന യാതൊരുവിധ പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്നുണ്ടായിട്ടില്ലല്ലോ. നല്ല മനസ്സാന്നിധ്യത്തോടുകൂടി നമ്മൾ ചോദിച്ചിട്ടില്ലല്ലോ. നല്ല നിഷ്കളങ്കമായ മനസ്സോടുകൂടി അള്ളാഹുവിലേക്ക് നമ്മൾ ഇടപെട്ടില്ലല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നത്. നല്ല മനസ്സോടെ, നിഷ്കളങ്കമായ മനസ്സോടെ, നല്ല പ്രാർത്ഥനയോടെ, നല്ല സ്വഭാവത്തോടെ അള്ളാഹുവിലേക്ക് എല്ലാ തെറ്റുകുറ്റങ്ങളെയും ഏറ്റുപറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു പ്രാർത്ഥന നിർവഹിക്കേണ്ടുന്നത്. സഹോദരങ്ങളെ, ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോ അള്ളാഹു പറഞ്ഞു, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ ലോകത്ത് നിന്ന് വിട പറയരുത്. ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് നിങ്ങൾ ജനനം കൊണ്ടപ്പോൾ ആ ഇസ്ലാമിന്റെ ഒരു വക്താവായിട്ടല്ലാതെ നിങ്ങൾ ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറയരുതെന്ന് പരിശുദ്ധമായ ഖുർആനിൽ കൂടി പറയുമ്പോ, അങ്ങനെ മുസ്ലിമായി അവസാന നാളിൽ ഒരു മുഅ്മിനായി മരണപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ഇത് മഹാന്മാരാകുന്ന മഹത്തുക്കളാകുന്ന മഹാരഥന്മാരെല്ലാവരും ഇത് കണ്ട് ഇതിന് വിജയം ലഭിച്ച ഒരു വലിയ കാര്യത്തെക്കുറിച്ച്, കിതാബ് ഈ പറഞ്ഞ ഒരു വലിയ കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ പരിശുദ്ധമായ സുബഹിയുടെ സുന്നത്ത് നിസ്കാരത്തിന് ശേഷവും സുബഹിക്ക് ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പും ഒരു മനുഷ്യൻ 40 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഭൂമി ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത്
ആ മനുഷ്യൻ ഈമാനോടുകൂടിയല്ലാതെ വിട പറയുന്നില്ല എന്ന് മഹാന്മാരാകുന്ന അയിമ്മത്തുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ 40 ഫാത്തിഹ മുടങ്ങാതെ സുബഹിയുടെ സുന്നത്ത് നിസ്കാരത്തിന്റെയും പരിശുദ്ധമായ സുബഹി നിസ്കാരത്തിന്റെ ഇഖാമത്ത് കൊടുക്കുന്ന അതിന്റെയും ഇടയിൽ മുടങ്ങാതെ 40 ഫാത്തിഹ ഓതിയ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഈമാനോടുകൂടി അല്ലാതെ ദുനിയാവിൽ നിന്നവന്റെ റൂഹ് പിരിയില്ലെന്ന് മഹാന്മാരാകുന്ന അഇമ്മത്തുകൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് കിതാബിന്റെ ഉദ്ധരണികൾ പറയുകയാണ്, ഇത് ഒരുപാട് ആളുകൾ അതിനെ പരീക്ഷിച്ചു, ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടുന്നതെല്ലാം ചെയ്തു നോക്കി, അവർക്കെല്ലാം ഇതുപോലെ ഉത്തരം ലഭിച്ചു എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അള്ളാഹു അത്തരത്തിൽ ഇതൊക്കെ ജീവിതത്തിൽ നിർവഹിക്കാൻ, ഈമാനോടുകൂടി മരണപ്പെടാൻ, ഒരു മുസ്ലിമായി മുഅ്മിനായി ലോകത്ത് നിന്ന് വിട പറയാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ,